ഇന്ന് നല്ല വെറൈറ്റി ആയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റോടും കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റൈസ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അരി വെച്ചിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചിക്കനോ ബീഫോ ഒന്നും വെച്ചിട്ടല്ല ഈ ഒരു മന്തി നമ്മൾ ചെയ്തിട്ടുള്ളത്. സോയാബീനും അതുപോലെ തന്നെ കോളിഫ്ലവറും ചേർത്തിട്ടാണ് നമ്മൾ ഒരു അടിപൊളി മന്തിയോടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റോടും കൂടിയിട്ട് നമുക്ക് റേഷൻ കടയിൽ അരി വെച്ചിട്ട് എങ്ങനെയാണ് ഈ മന്തി ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ റേഷൻ കടയിലെ അരിയാണെന്ന് വെച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം സോയാബീനും കോളിഫ്ലവറും ഒന്ന് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കാം നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പ് സോയാബീൻ നന്നായിട്ട് തിളപ്പിച്ച വെള്ളത്തിലിട്ട് ഒന്ന് ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കോളിഫ്ലവർ കുറച്ച് എടുത്തിട്ടുള്ളൂ, അത് അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് ഒരു പാനിലേക്ക് ഇട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ഹാഫ് ക്യാപ്സിക്കാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്തിട്ടുണ്ട്, റെഡ് കളർ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ തന്നെ ഒരു മാഗി ക്യൂബും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഒരു ഏകദേശം ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മാഗി ക്യൂബും മറ്റെല്ലാ മസാലകളും എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു സമയത്തല്ല, നമ്മൾ അടുപ്പിൽ വെക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സാക്കിയ ശേഷമാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ബേ ലീഫ്, 2 പട്ട, 3 ഏലക്ക, ഒരു 2-3 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് മൂടി വെച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റേഷൻ കടയിലെ അരി വെച്ചിട്ടാണ് നമ്മൾ റൈസ് റെഡിയാക്കുന്നത്. ഇനി നമുക്ക് ഈ അരിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ ഇതാ വെള്ളം ഏകദേശം ഇവിടെ തിള വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അരിക്കും അത്യാവശ്യം വേവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയ ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 90% ഒക്കെ വേവാവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് അരിയിട്ട സമയത്ത് തന്നെ നമ്മൾ സോയാബീനും നമ്മുടെ കോളിഫ്ലവറും കൂടെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൈ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തൈര് ചേർക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് വെള്ളം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുപ്പിൽ വെക്കുന്ന സമയത്ത് തൈര് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയത്ത് തന്നെ വേവിച്ചെടുക്കാം. സോയാബീന് അത്രത്തോളം വേവൊന്നുമില്ല, എങ്കിലും നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിടക്ക് നമ്മൾ ചോറിൻ്റെ കാര്യം അതുപോലെ തന്നെ സോയാബീനൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഏകദേശം 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് കോളിഫ്ലവറൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി വരും. ഇപ്പോൾ ഇതാ സോയാബീന് അത്യാവശ്യം വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോയാബീൻ ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം.
അപ്പോൾ ചോറ് ഇവിടെ ഏകദേശം 90% വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു അരി നമ്മൾ ഇതുപോലെ ഊറ്റിയെടുക്കുന്ന സമയത്ത് അധികം വെന്തൊന്നും പോവില്ല കേട്ടോ. ഇനി നമുക്ക് ഊറ്റി വെച്ച റൈസ് നമുക്ക് സോയാബീൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാനിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം വേണം ചോറിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് റൈസ് കുറേശ്ശായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഏകദേശം ഒന്ന് വറ്റിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് റൈസ് ചേർക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ പറ്റിയ ഒരു കിടിലൻ റൈസ് തന്നെയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് ഈ ബേ ലീഫും ഇതൊക്കെ ഞാനൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ ചോറ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഒരു ചാർക്കോൾ കത്തിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മന്തി ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്മോക്കി ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ചാർക്കോളും കൂടെ വെച്ചിട്ടൊന്ന് സ്മോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ ചാർക്കോൾ വെച്ച് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മുളക് ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 മുളക് നമ്മുടെ ചോറിലൊന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇനി ചാർക്കോളിന് മുകളിലേക്കായിട്ട് ഓയിൽ ഒഴിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് മൂടിയെടുത്ത് എന്തെങ്കിലും ഒന്ന് വെയിറ്റ് വെച്ച് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് വെക്കട്ടെ. എന്നിട്ട് 5 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി ഇതുപോലെ തന്നെ ഒരു 10 മിനിറ്റോളം ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഏകദേശം ഒരു 10 മിനിറ്റ് ആയ സമയത്ത് നമുക്ക് വെയിറ്റ് ഒന്ന് മാറ്റി നമ്മുടെ റൈസിൽ വെച്ച ചാർക്കോളൊന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ അതേ സമയത്ത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം ഇതുപോലെ തന്നെ ഒന്ന് ഇരിക്കട്ടെ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് മൂടി വെച്ച് വെയിറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഏകദേശം നമ്മൾ അരമണിക്കൂറിന് ശേഷം നമ്മുടെ ചോറ് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വൈറ്റ് റൈസ് ഉണ്ട്, യെല്ലോ റൈസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ അടിയിൽ നിന്ന് നമുക്ക് കുറച്ച് ഏകദേശം ഒരു റെഡ് കളറിലുള്ള കുറച്ച് റൈസും കൂടെ കിട്ടും. അപ്പോൾ ശരിക്കും നല്ല കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെപ്പോഴും നോൺ വെജ് വെച്ചിട്ടാണല്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് വെജിറ്റേറിയനായിട്ട് നല്ല ടേസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന റൈസാണ്. അപ്പോൾ ഇതിലുള്ള സോയാബീനും കോളിഫ്ലവറും ഒക്കെ നല്ലൊരു ടേസ്റ്റാട്ടോ. സ്മോക്കി ഫ്ലേവറൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പലതരത്തിലുള്ള റൈസും നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ റൈസും കൂടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.